നോക്കൂ, എന്താ നിങ്ങള് സ്ലൈഡിൽ കാണുന്നത്? സയന്റിസ്റ്റ്, നമ്മുടെ വളരെ പ്രശസ്തനായ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു കോട്ടാണ് മിസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എ പേഴ്സൺ ഹു നെവർ മെയ്ഡ് എ മിസ്റ്റേക്ക് നെവർ ട്രൈഡ് എനിത്തിങ് ന്യൂ. എന്താ പറയുന്നത്? എ പേഴ്സൺ ഹു നെവർ മെയ്ഡ് എ മിസ്റ്റേക്ക് നെവർ ട്രൈഡ് എനിത്തിങ് ന്യൂ അല്ലേ? എന്താണ് അതിൽ അർത്ഥമാക്കുന്നത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? ഒരു വ്യക്തി എന്താണ് പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മിസ്റ്റേക്കും വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആണെങ്കിൽ അല്ലെ, ഒരു മിസ്റ്റേക്കും അയാൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? അയാള് പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നർത്ഥം അല്ലെ. നമ്മള് പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യുന്നില്ല, നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് മിസ്റ്റേക്സ് ഒന്നും പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് പ്രൗഡായിട്ട് പറയാന്ന് വിചാരിക്കാം, എങ്ങനെ? എനിക്ക് മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കൊരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? മറ്റുള്ളവരൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് മിസ്റ്റേക്സ് പറ്റുന്നു, ആ മിസ്റ്റേക്കിൽ നിന്ന് അവർ പുതിയത് പഠിക്കുന്നു അല്ലെ. നമ്മളൊന്നും ചെയ്യുന്നില്ല, അനങ്ങാതിരിക്കുകയാണ്, നമുക്ക് മിസ്റ്റേക്സ് ഒന്നും പറ്റിയിട്ടില്ല, ഓക്കെ റെഡിയാണ്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോടാ? ഇല്ല അല്ലെ. മിസ്റ്റേക്സ് വന്നോട്ടെ, എപ്പോഴേ മിസ്റ്റേക്സ് വരുള്ളൂ? നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ മിസ്റ്റേക്സ് വരുള്ളൂ. അപ്പൊ മിസ്റ്റേക്സ് വരുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും, അത് തിരുത്താൻ കഴിയും അല്ലെ. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക അല്ലെ. അതാണ് നിങ്ങളിപ്പോ ഹിന്ദി പഠിക്കുമ്പോഴും മിസ് പറയുന്ന അതാണ്. മിസ്റ്റേക്ക് വന്നോട്ടെ, സ്റ്റുഡൻസ് ആണോ, മിസ്റ്റേക്ക് വരും, ആർക്കും മിസ്റ്റേക്സ് വരും. മിസ്റ്റേക്ക് വരുന്നത് നല്ലതാണ്. നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ്, ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത് അല്ലെ. ഐഡിയലായിട്ട് ഇരിക്കുന്ന ആൾക്ക് മിസ്റ്റേക്ക് വരില്ല. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ പുതിയ വേർഡ്സ് പഠിക്കുക അല്ലെ. ഹിന്ദി നിങ്ങൾ പഠിക്കാൻ വന്നു, അപ്പൊ പുതിയ പുതിയ വേർഡ്സ് നമ്മൾ പഠിക്കുന്നു, റീഡ് ചെയ്യാൻ പഠിക്കുന്നു, റൈറ്റ് ചെയ്യാൻ പഠിക്കുന്നു, വായിക്കാൻ പഠിക്കുന്നു, മീനിങ്സ് പഠിക്കുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. മിസ്റ്റേക്ക് പറ്റിക്കോട്ടെ, പക്ഷെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിഞ്ഞ് തിരുത്തി പുതിയതിലേക്ക് പോകുന്നിടത്താണ് നമ്മുടെ സക്സസ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ന്യൂ സ്ലൈഡ്സ് ഒക്കെ മിസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ 11 ആയി, നമുക്ക് 11:30 വരെ പോവാം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഫസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാം. മിസ്സിന്റെ കൂടെ ഉറക്കെ വായിക്കണേ, വീട്ടിലൊക്കെ കേൾക്കണം, പാരന്റ്സ് ഒക്കെ കേൾക്കണം. കുട്ടികള് ഹിന്ദി ക്ലാസ്സിന് വന്നിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ, അവർക്ക് അത് ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പാരന്റ്സിന് മനസ്സിലാവണ്ടേ. അപ്പൊ ഉറക്കെ വായിക്കാം. വരൂ. യഹ് ലഡ്ക ഹേ. ഏതാണ്? ലാ ഡ കാ ദീർഘട്ടു ലഡ്ക ഹേ. യഹ് ലഡ്ക ഹേ. യഹ് ലഡ്ക ഹേ. എന്താണ് ലഡ്ക പറഞ്ഞ? ദാ ലഡ്ക മീൻസ് ബോയ്, ആൺകുട്ടി അല്ലെ. യഹ് ലഡ്ക ഹേ, ഇത് ആൺകുട്ടി ആണ്. യഹ് ലഡ്ക ഹേ, ഇത് ആൺകുട്ടിയാണ്. യഹ് കോൻ ഹേ. കോൻ മത്ലബ് ക്യാ ഹേ? കോൻ എന്ന് വെച്ചാ ആര്, എന്ത്, ഹു അല്ലെ. എന്തല്ല, സോറി, ഹു. അപ്പൊ എന്താണ്? യഹ് കോൻ ഹേ, ഇത് ആരാണ്. അപ്പൊ നെക്സ്റ്റ് ആൻസർ വരാണ് എന്ത്? യഹ് രാജേഷ് ഹേ. രാജേഷ് ഹേ. യഹ് രാജേഷ് ഹേ, ഇത് രാജേഷ് ആണ്. ക്യാ യഹ് രാജേഷ് ഹേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ യഹ് രാജേഷ് ഹേ എന്നുള്ള ക്വസ്റ്റ്യന് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ്. ക്യാ, നമുക്ക് ഡൗട്ടാണ്, ഈ കുട്ടി രാജേഷ് ആണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? ആ പോകുന്ന രാജേഷ് ആണോ, അങ്ങനെ ചോദിക്കില്ലേ നമ്മള്. ക്യാ യഹ് രാജേഷ് ഹേ, എന്താ അത് രാജേഷ് ആണോ? അപ്പൊ നമുക്ക് അറിയുന്ന ആള് നമ്മൾ പറയാണ് ഹാ യഹ് രാജേഷ് ഹേ, അത് രാജേഷ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ, എന്തൊക്കെ വന്നു? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ഇതുപോലെ എന്തെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി നോക്കുക. യഹ് ലഡ്ക ഹേ, യഹ് കോൻ ഹേ, ഇത് ആരാണ്? യഹ് രാജേഷ് ഹേ, ഇത് രാജേഷ് ആണ്. തീരെ അറിയില്ല, നമുക്ക് അറിയാതെ ഒരാളെ നമ്മൾ ചോദിക്കുക യഹ് കോൻ ഹേ, ഇത് ആരാണ്? യഹ് രാജേഷ് ഹേ. നമുക്ക് ലേശം എന്തോ ഒരു ഡൗട്ട് ഉണ്ട്, ആ കുട്ടീനെ കണ്ടിട്ട് ഇത് രാജേഷ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? ക്യാ യഹ് രാജേഷ് ഹേ? അപ്പൊ ഹാ യഹ് രാജേഷ് ഹേ, അതെ ഇത് രാജേഷ് ആണ്. അപ്പൊ ഇത്രയും നമ്മള് ഒരു കുട്ടീനെ പറ്റി പറഞ്ഞു, ഒരു ആൺകുട്ടിയെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ്, ഇതൊരു പെൺകുട്ടിയാണ് അല്ലെ, ലഡ്കി. പെൺകുട്ടിക്ക് എന്താ പറയാ? ലഡ്കി, 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 ലഡ്കി. നെക്സ്റ്റ്, വഹ് കോൻ ഹേ, അത് ആരാണ്? വഹ് മത്ലബ് അത്. വഹ് കോൻ ഹേ, അത് ആരാണ്? വഹ് ലഡ്കി ഹേ, അത് ലഡ്കിയാണ്, പെൺകുട്ടിയാണ്. വഹ് കമല ഹേ, അത് കമലയാണ് അല്ലെ. കമല, കമല. വഹ് കമല ഹേ, വഹ് കമല ഹേ. വഹ് ലഡ്കി കമല ഹേ,
ആ പെൺകുട്ടി എന്താണ്? കമലയാണ്. ആ പെൺകുട്ടി കമലയാണ്. വഹ് ലഡ്കി കമല ഹെ. കമല കഹാ ഹെ? കമല എവിടെയാണ്? കമല കഹാ ഹെ? കമല എവിടെയാണ്? കമല മൈതാൻ മേം ഹെ. കമല മൈതാൻ മേം ഹെ. കമല എവിടെയാണ് നിൽക്കുന്നത്? ഗ്രൗണ്ടിലാണ്, മൈതാനത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ പറയാ? കമല മൈതാൻ മേം ഹെ. യഹ് ഗായ് ഹെ അല്ലെ, ഇത് പശുവാണ്. യഹ് ഗായ് ഹെ. ഗായ് പശു. യഹ് ഗായ് ഹെ. ഗായ് കഹാ ഹെ? പശു എവിടെയാണ്? ഗായ് യഹാ ഹെ. പശു ഇവിടെയാണ്. യഹ് ഏക് ഗായ് ഹെ. ഗായ് മൈതാൻ മേം ഹെ. യഹ് ഏക് ഗായ് ഹെ. ഗായ് മൈതാൻ മേം ഹെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ടാണ് വേഗം പറയുന്നത്. നെക്സ്റ്റ്, വഹാം ക്യാ ഹെ? അവിടെ എന്തുണ്ട്? വഹാം ക്യാ ഹെ? വഹാം ഏക് കുത്താ ഹെ. അവിടെ ഒരു പട്ടിയുണ്ട് അല്ലെ. വഹാം ഏക് കുത്താ ഹെ. കുത്ത കഹാ ഹെ? പട്ടി എവിടെയാണ്? കുത്ത വഹാ ഹെ. കുത്ത വഹാ ഹെ. കുത്ത അവിടെയുണ്ട്. നോക്കൂ, നമ്മൾ നേരത്തെ കണ്ട അതേ വേർഡ്, അതേ സെന്റൻസ് ആണ്. ഒന്നും കൂടെ ശ്രദ്ധിക്കാം. യഹ് ലഡ്കാ ഹെ. യഹ് കോൻ ഹെ? യഹ് രാജേഷ് ഹെ. ക്യാ യഹ് രാജേഷ് ഹെ? ഹാ യഹ് രാജേഷ് है. यह लड़का है. यह कौन है? यह राजेश है. क्या यह राजेश है? हाँ यह രാജേഷ് है. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഇനി നമ്മള് ഒരു 2 വേർഡ്സിന്റെ മീനിങ്ങും യൂസേജും പഠിക്കുകയാണ്. ശ്രദ്ധിക്കൂ. മേം പർ അല്ലെ, മേം പർ, ഈ 2 വേർഡ്സിന്റെ മീനിങ്ങുകളാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ്? മേം അല്ലെ, മേം എന്നുള്ള വാക്കിന്റെയും പർ എന്നുള്ള ഈ 2 വേർഡിന്റെയും മീനിങ്ങും യൂസേജും ഒന്ന് ശ്രദ്ധിക്കാം. മേം എന്ന് പറഞ്ഞാല് എന്താണെന്ന് മിസ് പറഞ്ഞു. മേം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? മേം ഇൽ അല്ലെ, ഇൽ എന്നാണ് മേമിന്റെ അർത്ഥം. പർ ആണെങ്കിലോ മുകളിൽ. പർ ആണെങ്കിൽ എങ്ങനെയാ വരാ അർത്ഥം? മീനിങ് എങ്ങനെയാ വരാ? മുകളിൽ, ഓൺ അല്ലെ. മേം മീൻസ് ഇൻ, പർ മീൻസ് ഓൺ അല്ലെങ്കിൽ മുകളിൽ. നോക്കാം. ഹാത്ത് മേം കലം ഹെ. ഇത് എന്താ വായിക്കുക? ഹാത്ത്, ഹാത്ത് അല്ലെ, ഹാത്ത്. ഹാത്ത് മേം കലം എന്താ പറയാ അർത്ഥം? ഹാത്ത് മത്ലബ് കൈ. ഹാത്ത് മത്ലബ് കൈ. കൈയിൽ പേന അല്ലെ. ഹാത്ത് മേം കലം, കൈയിൽ പേന. കാണുന്നില്ലേ? കയ്യിൽ ഒരു പെന്ന് പിടിച്ചിരിക്കുന്നത് അല്ലെ. നോക്കാം, ശ്രദ്ധിക്കൂ. ഹാത്ത് മേം കലം ഹെ എങ്ങനെ വായിക്കുക? ഹാത്ത് മേം കലം ഹെ. കൈയിൽ കലം, പെൻ ഉണ്ട്. കൈയിൽ പെന്നുണ്ട്. ഹാത്ത് മേം കലം ഹെ. നെക്സ്റ്റ്, കലം കഹാ ഹെ. കലം കഹാ ഹെ? കലം, പെൻ എവിടെയാണ്? പെൻ എവിടെയാണ്? കലം ഹാത്ത് മേം ഹെ. പെന്ന് കയ്യിൽ ആണ്. കലം മത്ലബ് പെന്ന്, ഹാത്ത് കൈ, ഇൽ അല്ലെ. മേം, മേം മത്ലബ് എന്താണ്? മേം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? ഇൽ അല്ലെ, ഇൽ. കലം ഹാത്ത് മേം ഹെ. കൈ, പെൻ കൈയിൽ ആണ്. ഓക്കെ. ദെൻ ഹാത്ത് മേം ക്യാ ഹെ? ഹാത്ത് കൈ, ഇൽ കൈയിൽ, ക്യാ എന്ത് ആണ്, കൈയിൽ എന്താണ്. ഹാത്ത് മേം ക്യാ ഹെ? ഹാത്ത് മേം കലം ഹെ. ഹാത്ത് മേം ക്യാ ഹെ? ഹാത്ത് മേം കലം ഹെ. വൺസ് അഗൈൻ, ഹാത്ത് മേം കലം ഹെ. കലം കഹാ ഹെ? കലം ഹാത്ത് में है. हाथ में क्या है? हाथ में कलम है. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, മേസ് പർ കിതാബ് ഹെ. എന്താണ്? മേസ് പർ കിതാബ് ഹെ. മേസ് പർ കിതാബ് ഹെ. ഇവിടെ പർ ആണ് വരുന്നത് അല്ലെ. പർ, പർ, പർ എന്ന് വെച്ചാൽ എന്താ? മുകളിൽ അല്ലെ, മുകളിൽ. പർ എന്ന് പറഞ്ഞ മുകളിൽ. മേസ് പർ കിതാബ് ഹെ. മേശയുടെ മുകളിൽ അല്ലെ, ഓൺ. മേശയുടെ മുകളിൽ. കിതാബ് ഹെ. മേസ് പർ, മേശമേൽ എന്ന് പറയാം. മേശമേൽ, മേൽ, മുകളിൽ. മേശമേൽ പുസ്തകം. കിതാബ് ഹെ, പുസ്തകം ഉണ്ട്. കിതാബ് കഹാ ഹെ? കിതാബ് കഹാ എവിടെയാണ്? കിതാബ് കഹാ ഹെ? കിതാബ് മേശ് പർ ഹെ. കിതാബ് മേശ് പർ ഹെ. കിതാബ് മേശ് പർ ഹെ, മേശയുടെ മുകളിലാണ്. മേശ് പർ ക്യാ ഹെ? മേശ് പർ ക്യാ ഹെ? മേശയുടെ മുകളിൽ എന്താണ്? മേശ് പർ കിതാബ് ഹെ. മേശ് പർ കിതാബ് ഹെ. നെക്സ്റ്റ്, അപ്പൊ ഒന്നും കൂടെ നോക്കൂ. ഇത് മേശ് പർ കിതാബ് ഹെ. കിതാബ് കഹാ ഹെ?
കിതാബ് മേസ് പർ ഹെ. മേസ് പർ ക്യാ ഹെ? മേസ് പർ കിതാബ് ഹെ. ഇത്രയുണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു ദീവാർ അല്ലെ? ഇതൊരു ദീവാറാണ്, ദീവാർ. സോ ദീവാർ മതലബ് ക്യാ ഹെ? ക്യാ ഹെ ദീവാർ? ദീവാർ, ദീവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമര് അല്ലെ? വോൾ. എന്താണ്? വോൾ. വോൾ ആണ്. ദീവാർ എന്ന് വെച്ചാൽ വോൾ ആണ്. ദീവാർ പർ ഘടി. ഘടി മതലബ് ഇതെന്താണ്? ഇതാണ് ഘടി. ഘടി, ഘടി മതലബ് ക്ലോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ദീവാർ, ദീവാർ പർ ഘടി. ദീവാർ പർ ഘടി. പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, മേൽ. ദീവാർ ചുമരിന്മേൽ അല്ലെങ്കിൽ ചുമരിന്റെ മുകളിൽ, ചുമരിന്മേൽ എന്ത്? ഘടി, ക്ലോക്ക്. അപ്പൊ ഇങ്ങനെ വായിക്കാം, ദീവാർ പർ ഘടി ഹെ. ചുമരിന്റെ മുകളിൽ ഘടി ഉണ്ട്. ഘടി മീൻസ് എന്താണ്? ക്ലോക്ക് ഉണ്ട്. ചുമരിൽ ക്ലോക്ക് ഉണ്ട്. ഘടി കഹാ ഹെ? ഘടി കഹാ ഹെ? ക്ലോക്ക് എവിടെയാണ്? ഘടി ദീവാർ പർ ഹെ. ഘടി ദീവാർ പർ ഹെ. എവിടെ? ക്ലോക്ക് എവിടെയാണ്? ചുമരിന്റെ മുകളിലാണ്. ഘടി ദീവാർ പർ ഹെ. ദീവാർ പർ ക്യാ ഹെ? ദീവാർ പർ ക്യാ ഹെ? ചുമരിൻ മുകളിൽ എന്താണ്? ദീവാർ പർ ഘടി ഹെ. ദീവാറിന് മുകളിൽ എന്താണ്? ഘടി, ക്ലോക്ക് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ ഒരു പേജ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. എന്താണ്? ഒരു ഹോംവർക്ക് തരാം. ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കലം, കലം എന്നുള്ള വേർഡിനെ പറ്റി ഇത്ര സെന്റൻസ് എഴുതി. ഇവിടെ നമ്മൾ കിതാബ് എന്നുള്ളൊരു സെന്റൻസ്, കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബ് മേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി. അതേപോലെ ദീവാർ ഘടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി. അതേപോലെ നിങ്ങൾ തന്നെ ഇവിടെ ഈ മേസ് പർ കിതാബ് ഹെ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ കിതാബിന് പകരം വേറെന്താ ഉപയോഗിക്കുക? വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയൂ. കലം, ഇവിടെ കലം എന്ന് വെക്കുക. കിതാബിന് പകരം എന്ത് പറയാ? കലം. കിതാബിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ബുക്ക് യൂസ് പെൻ. യെസ്, പെൻ. കലം അല്ലെ? കിതാബിന് പകരം, ഇതൊന്ന് നോട്ട് ചെയ്യണേ, ഇതൊന്ന് നോട്ട് ചെയ്യണം, നിങ്ങൾ എഴുതിയെടുക്കണം. ബുക്കിന് പകരം എന്ത്? പെൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ എഴുതാം? മേസ് പർ കലം ഹെ. കലം കഹാ ഹെ? കലം മേസ് പർ ഹെ. മേസ് പർ ക്യാ ഹെ? മേസ് പർ കലം ഹെ. അങ്ങനെ മനസ്സിലായല്ലോ? അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇനി ഇവിടെ ഘടി ഇല്ലേ? ഘടി, ഘടിക്ക് പകരം എന്ത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്? ഒരു ഫൂൽ വെച്ചോ. ഫൂൽ. ചുമരിന്റെ മേലെ ഒരു പൂവ് ഉണ്ടെന്ന് വിചാരിക്കാം. പൂവിന്റെ പിക്ചറാണ്, പോട്ടെ. പൂവ് എന്ന് വിചാരിക്കാം. ഫൂൽ, ഫൂൽ, ഫൂൽ. ഓക്കെ, ഫൂൽ, ഫൂൽ. അപ്പോ ഘടീന് പകരം ഫൂൽ. ദീവാർ പർ ഫൂൽ ഹെ. ഫൂൽ കഹാ ഹെ? ഫൂൽ ദീവാർ പർ ഹെ. ഫൂൽ പർ ക്യാ ഹെ? സോറി, ദീവാർ പർ ക്യാ ഹെ? ദീവാർ പർ ഫൂൽ ഹെ. ഇനിയിപ്പോ ദീവാറിന് പകരം വേണമെങ്കിൽ മൈദാൻ യൂസ് ചെയ്യാം അല്ലെ? മൈദാൻ യൂസ് ചെയ്യാം. മൈദാൻ അല്ലെ? മൈദാൻ, मैदान. मैदान मतलब क्या है? ഗ്രൗണ്ട് അല്ലെ? ദീവാർ പർ ഘടി ഹേ. അപ്പൊ ദീവാറിന് പകരം മൈദാൻ യൂസ് ചെയ്യാ, ഘടിക്ക് പകരം ഫൂൽ യൂസ് ചെയ്യാ. അങ്ങനെ എഴുതാ. മൈദാൻ പർ ഫൂൽ ഹേ. ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മൈതാനത്തിൽ എന്തുണ്ട്? പൂവുണ്ട്. മൈദാൻ പർ ഫൂൽ ഹേ. ഫൂൽ കഹാ ഹേ? ഫൂൽ മൈദാൻ പർ ഹേ. മൈദാൻ പർ ക്യാ ഹേ? മൈദാൻ പർ ഫൂൽ ഹേ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമ്മള് ഒരു ചെറിയ ഗ്രാമർ പോർഷൻ പഠിക്കാം അല്ലെ? നമ്മളപ്പോ എന്തായി? ഫസ്റ്റ് നമ്മൾ എവിടെ വരെ എത്തി നോക്കിയാ? നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ നമ്മൾ അക്ഷരങ്ങൾ വെച്ച് തുടങ്ങിയതല്ലേ? എവിടെ വരെ എത്തി ഇപ്പോ? അക്ഷരങ്ങള്, ചിഹ്നങ്ങള്, കുഞ്ഞു കുഞ്ഞു വേർഡ്സ്, അത് റീഡ് ചെയ്യാൻ പഠിച്ചു, റൈറ്റ് ചെയ്യാൻ പഠിച്ചു, മീനിങ്സ് പഠിച്ചു, കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ പഠിച്ചു അല്ലെ? ഇപ്പൊ നമ്മള് കുഞ്ഞു കുഞ്ഞു ഗ്രാമറിലേക്ക് എത്തി അല്ലെ? ഇതാ ഗ്രാമർ പോർഷൻ ആണിത്. മേം വരുമ്പോ എന്തേ വരുള്ളൂ? ഹും അല്ലെ? മേമിന്റെ കൂടെ ഹുമ്മേ വരുള്ളൂ. തുമ്മിന്റെ കൂടെ എന്തേ വരുള്ളൂ? ഹോ അല്ലെ? തും ഹോയെ വരുള്ളൂ. ഹമ്മിന്റെ കൂടെ എന്താ വരുള്ളൂ? ഹേ അല്ലെ? മുകളിലൊരു ഡോട്ട് വന്നു, ഹൈം അല്ലെ? അത് ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ ഹൈം എന്നാണ്. ഹം, ഹേ. ഹേ തന്നെയാണ് നമ്മൾ പറയാ, പക്ഷെ ഹൈം എന്നാണ്. മുകളിലൊരു കുത്തുണ്ട്. ആപ്പിന്റെ കൂടെയും ഹൈം, മുകളിലൊരു കുത്തുണ്ട്. ഈ ഏയുടെ കൂടെയും ഹൈമാണ്, വേയുടെ കൂടെയും ഹൈമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ കൂടെ ഹൈം എന്ന് വരുന്നേ? വഹ് അല്ലെങ്കിൽ യഹ് ഒക്കെ വരുമ്പോ നമ്മൾ ഹേയാ ഉപയോഗിച്ചു അല്ലെ? അപ്പൊ ഇവരുടെ കൂടെ ഹൈം അല്ലെങ്കിൽ മുകളിൽ ഒരു ഡോട്ട് കൂടെ വരാൻ കാരണം ഈ പറയുന്ന ആളുകളെല്ലാം
പ്ലൂറൽ നൗൺസ് ആണ്. എന്താണ്? പ്ലൂറൽ നൗൺസ് ആണ്. പ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ വരുന്നതാണ്. ഒന്നിൽ കൂടുതൽ വരുന്ന വാക്കുകൾ. അതായത് ഹം എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ. ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഹം മത്ലബ് ഞങ്ങൾ, വി അല്ലേ? നമ്മൾ, ഞങ്ങൾ എന്ന് പറയുമ്പോ ഒരാളെ ഉള്ളോടാ? അല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ആപ്പ് എന്ന് പറഞ്ഞാലോ താങ്കൾ അല്ലെ? ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ്. പിന്നെ ഏ അവർ അല്ല ഇവർ, ഇവർ അല്ലെ? ഏ പറഞ്ഞ ഇവർ, വേ എന്ന് പറഞ്ഞ അവർ. അപ്പൊ ഇതൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ കുത്ത് 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 കണ്ടോ. അതേപോലെ ആപ്പ് ബഹുമാന സൂചകമായിട്ട്, അതുകൊണ്ടും അങ്ങനെ തന്നെ. അപ്പൊ ഹം, ആപ്പ്, ഏ, വേ ഇവരുടെ കൂടെയൊക്കെ ഹൈമാണ് വരിക. തുമ്മിന്റെ കൂടെ ഹോയാണ് വരിക, മേന്റെ കൂടെ ഹുമാണ് വരിക. ഇതൊരിക്കലും മറന്നു പോയത്. ഇതിങ്ങനെ ഒരു ബോക്സിൽ തന്നെ ആക്കി എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. മേം ലഡ്ക ഹൂം അല്ലെ? മേന്റെ കൂടെ എന്ത് വന്നു? ഹൂം വന്നു. മേം ലഡ്ക ഹൂം, ഞാൻ ആൺകുട്ടി ആണ്. മേം ലഡ്ക ഹൂം. നോക്കാം. മേം ഹൂം, ഞാനാണ്. മേം ഹൂം, മേമിന്റെ കൂടെ ഹൂമേ വരുള്ളൂ. മേം ലഡ്ക ഹൂം, ഞാൻ ആൺകുട്ടിയാണ്. മേം മോഹൻ ഹൂം, ഞാൻ മോഹനാണ്. മേം യഹാ ഹൂം, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെയാണ്. മേം ഘർ മേ ഹൂം, ഞാൻ വീട്ടിൽ, വീട് ഇൽ, വീട്ടിൽ, വീട്ടിലാണ്, വീട്ടിലുണ്ട്. മേം ഘർ മേ ഹൂം. ശ്രദ്ധിക്കൂ. മേം 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 അല്ലെ? മേം, ഇവരുടെയൊക്കെ കൂടെ ആരാ വന്നിരിക്കുന്നേ? ഹൂമാണ് വന്നിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ? മേമിന്റെ കൂടെ ഹൂം അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടോ? ഇല്ല. അപ്പൊ മേം വന്നാൽ അതിന്റെ കൂടെ എന്തേ വരുള്ളൂ? ഹൂം തന്നെ വരുള്ളൂ. മേം ഹൂം, മേം ലഡ്ക ഹൂം, മേം മോഹൻ ഹൂം, മേം യഹാ ഹൂം, മേം ഘർ മേ ഹൂം, മേം വഹാ ഹൂം, മേ യഹാ ഹൂം, മേം ഇധർ ഹൂം, മേം ഉധർ ഹൂം ഒക്കെ അല്ലെ? മേം വന്നാ ഹൂമേ വരുള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? അതിലിനി ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. മേമിന്റെ കൂടെ ഹൂമേ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഇതാ നോക്കൂ. തും കോൻ ഹോ, തുമ്മിന്റെ കൂടെ ഹോയെ വരുള്ളൂ. തും ഹോ, തും ഹോ, തും ഹോ. തും കോൻ ഹോ, തും കോൻ ഹോ. മിസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന മിസ്സിന് പഠിക്കാൻ അല്ല പറയുന്നത്, മിസ്സിന് പഠിക്കാൻ വേണ്ടിട്ടല്ലേ? ആർക്ക് പഠിക്കാൻ വേണ്ടിട്ടാ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ മിസ് ഇത്രയും റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ എഫേർട്ട് എടുക്കണം. മിസ് ഇതുപോലെ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങളും ഉറക്കെ പറയണം. നിങ്ങൾ അറിയാതെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിച്ചു പോകും. നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി വേറെ ഇരിക്കേ വേണ്ട, ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിച്ചു പോകും. തും കോൻ ഹോ, തും ഹോ, തും ഹോ, തും കോൻ ഹോ. എങ്ങനെ വരും? തും കോൻ ഹോ, നിങ്ങൾ ആരാണ്? മേം ലഡ്ക ഹൂം, ഞാൻ ആൺകുട്ടിയാണ്. തും കഹാ ഹോ, നിങ്ങൾ എവിടെയാണ്? മേം യഹാ ഹൂം, ഞാൻ ഇവിടെയാണ്. ക്യാ തും ഗോപാൽ ഹോ, എന്താ നിങ്ങൾ ഗോപാലനാണോ? നഹി, മേം ഗോപാൽ നഹി ഹൂം, അല്ല ഞാൻ ഗോപാലനല്ല. മേം മോഹൻ ഹോ, ഞാൻ മോഹനാണ്. വൺസ് അഗൈൻ ശ്രദ്ധിക്കൂ. തും കോൻ ഹോ, നിങ്ങൾ ആരാണ്? കോൻ, കോൻ ആര്? തും നിങ്ങൾ. തും കോൻ ഹോ, നിങ്ങൾ ആര് ആണ്? തും കോൻ ഹോ, തും ഹോ, തും ഹോ. തും കോൻ ഹോ, മേം ലഡ്ക ഹോ, ഞാനൊരു ആൺകുട്ടിയാണ്. മേം ലഡ്ക ഹോ. തും കഹാ ഹോ, നിങ്ങൾ എവിടെ? കഹാം എവിടെ? തും കഹാം ഹോ, നിങ്ങൾ എവിടെയാണ്? മേ യഹാ ഹോ, ഞാൻ ഇവിടെയാണ്. മേം യഹാ ഹോ. ക്യാ തും ഗോപാൽ ഹോ, എന്താ നിങ്ങൾ ഗോപാലനാണോ? ക്യാ തും ഗോപാൽ ഹോ? നഹി, മേം ഗോപാൽ നഹി ഹോ, അല്ല ഞാൻ ഗോപാലനല്ല. മേം മോഹൻ ഹോ, ഞാൻ മോഹനാണ്. മേം അധ്യാപക് ഹോ, എന്താണ്? ഇതൊന്ന് വായിച്ചേ. ആ ധ്യാ പ ഹൂ, മേം അധ്യാപക് ഹോ, മേം അധ്യാപക് ഹൂ. ആപ് കോൻ ഹേ, ആപ് കോൻ ഹേ, അധ്യാപകൻ. കണ്ടോ? അധ്യാപകനെ നമ്മള് നീ എന്നൊക്കെ വിളിക്കോ? തും എന്ന് പറയോ നമ്മള്? ഇല്ല. തും എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. അപ്പൊ അവിടെ എന്ത് വന്നു? അധ്യാപക വന്നപ്പോ എന്ത് വന്നു? ആപ്പ് വന്നു അല്ലെ? അതാണ് മിസ് പറഞ്ഞത്. ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ആപ്പ്. ആപ്പ് കോൻ, അപ്പൊ എന്ത് വരും? ആപ്പിന്റെ കൂടെ എന്തേ വരുള്ളടാ? ഹൈം. ആപ്പ് കോൻ ഹൈ. പക്ഷെ വായിക്കുമ്പോ ഹേ തന്നെ പറഞ്ഞാൽ മതി. ആപ്പ് കോൻ ഹേ? മേം ഗോപാൽ ഹൂം, ഞാൻ ഗോപാലനാണ്. ക്യാ ആപ്പ് വക്കീൽ ഹേ? ക്യാ ആപ്പ് വക്കീൽ ഹേ, നിങ്ങൾ വക്കീലാണോ? നഹി, മേം വക്കീൽ നഹി ഹൂം. ഇവിടെ സോറി, ഒരു ചെറിയ ഇത് എന്റെ ഫോണിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്, സാരമില്ല. നഹി മേം വക്കീൽ നഹി ഹൂം. നഹി മേം വക്കീൽ നഹി ഹൂം. മേം അധ്യാപക് ഹൂം, ഞാൻ അധ്യാപകനാണ്. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ക്ലിയർ ചെയ്തോളാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് എഴുതിക്കോളൂ. നഹി മേം
വക്കീൽ നഹി ഹോ, ഞാൻ വക്കീലല്ല. മേ അധ്യാപക ഹോ, ഞാൻ അധ്യാപകനാണ്. ഓക്കെ. ഇനി ദോ ലടുക്കെ അല്ലെ, ഇവിടെ 2 ആൺകുട്ടികളെ കാണുന്നുണ്ട്. ദോ ലടുക്കെ, ദോ പറഞ്ഞാൽ ഇനി നമ്മൾ ഏക് ദോ തീൻ ഒക്കെ പഠിക്കാം കേട്ടോ, നമുക്ക് പഠിക്കാം. ശ്രദ്ധിക്കൂ, ദോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദോ 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 മത്ലബ് 2 അല്ലെ, 2. ദോ ലടുക്കെ. അപ്പൊ എന്ത് വന്നു? ആൺകുട്ടി. ഇതൊക്കെ ഗ്രാമറിൽ വരുന്നതാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഗ്രാമർ പോർഷൻസ് ആണ്, നിങ്ങൾ അറിയാതെ പഠിച്ചു പോകുന്നത്, ശ്രദ്ധിക്കുക. ലടുക്ക എന്ന് പറഞ്ഞാല് ആൺകുട്ടി, ലടുക്കി പറഞ്ഞ പെൺകുട്ടി, ലടുക്കെ പറഞ്ഞ എന്താ? ലടുക്കെ ആൺകുട്ടികൾ അല്ലെ, ആൺകുട്ടികൾ. അപ്പോ ഒന്നിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ലടുക്കെ എന്നാണ് ഉപയോഗിക്കുക. കണ്ടോ, ലടുക്കെ ഒന്നിൽ കൂടുതൽ വന്നപ്പോ ലടുക്കെ, ദോ ലടുക്കെ. ഓക്കെ. അപ്പൊ നമ്മള് ഹം അല്ലേ, ഇവര് പറയാണ് ഞങ്ങൾ ആൺകുട്ടികളാണ്, ഞങ്ങൾ, ഹം അല്ലെ, ഹം ലഡ്കെ ഹേ, ഞങ്ങൾ ആൺകുട്ടികൾ ആണ്. ഹം ലഡ്കെ ഹേ. ഹം ദോ ലഡ്കെ ഹേ, ഞങ്ങൾ 2 ആൺകുട്ടികൾ ആണ്. ഹം ദോ ലഡ്കെ ഹേ, ഞങ്ങൾ 2 ആൺകുട്ടികളാണ്. ഹം രവി ഔർ രാജ് ഹേ, ഹം രവി ഔർ രാജ് ഹേ, ഞങ്ങൾ രവിയും രാജുമാണ്. രവി ഔർ രാജ്, ഔർ മത്ലബ് ആൻഡ് അല്ലെ, നമ്മൾ ഇംഗ്ലീഷില് ആൻഡ് യൂസ് ചെയ്യില്ലേടാ, ആൻഡ് എന്ന് പറയില്ലേ, ആൻഡ് എന്ന് പറയില്ലേ, അതാണ് ഈ ഔർ എന്നുള്ള വേർഡിന്റെ മീനിങ് കേട്ടോ. ഔർ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ്, ആൻഡ്. ഓക്കെ. ഹം രവി ഔർ രാജ് ഹേ, ഞങ്ങൾ രവിയും രാജും ആണ്. ഹം ഭായി ഭായി ഹേ, ഹം ഭായി ഭായി, ഇതൊരു ഹിന്ദിയിൽ ഒരു പ്രയോഗമാണ്. ഭായി ഭായി മീൻസ് മത്ലബ് സഹോദരന്മാർ അല്ലെ. ഹം ഭായി ഭായി ഹേ. ഹം വിദ്യാർത്ഥി ഹേ, ഹം വിദ്യാർത്ഥി ഹേ, ഹം വിദ്യാർത്ഥി ഹേ. മിസ് അത് മായ്ക്കാൻ കാരണം എന്താ വെച്ചാല് ഇവിടെ നോക്കിയോളൂ, വിദ്യാർത്ഥി എന്ന് എഴുതിയത് കുറച്ച് കൺഫ്യൂഷൻ വരും. മിസ് ഇവിടെ എഴുതി കാണിക്കാം. വിദ്യാർത്ഥി എന്ന് എഴുതുന്ന ശ്രദ്ധിച്ചോ. വാ ദാ മുഴുവൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അടിയിൽ ഇതാ ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട് അല്ലെ. ഇത് നമ്മൾ ഉപയോഗിക്കുക, ഒരക്ഷരം മുഴുവൻ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആ മുഴുവനും ഉച്ചരിക്കാതെ അതിന്റെ കൂടെ നമ്മൾ മറ്റൊരു അക്ഷരം കൂടെ കൂട്ടിയിട്ട് ദ്യാ അല്ലെ, ദ്യാ എന്ന് വന്നില്ലേ, അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഈ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു വരയിട്ട അല്ലെ, ദാ, എന്നിട്ട് നമ്മൾ യായോ എഴുതി. അപ്പൊ ഇത് രണ്ടും കൂടെ ദ്യാ എന്നാണ് വായിക്കുക. ദാ ദ്യാ, ഈ അക്ഷരം എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു വരയിട്ടു, യാന്നും കൂടെ എഴുതി, ഇങ്ങനെ എഴുതിയ ദ്യ, ദ്യ. ഇനി ഇവിടെ ദീർഘം ഇട്ടാൽ എന്തായി? ദ്യാ അല്ലെ. ഇപ്പൊ ഇവിടെ ദാ ദ്യാന്നായി. ഇനി ഇതിന് മുകളിൽ നമ്മൾ ഇങ്ങനെ വരച്ചു, ഇപ്പൊ എന്തായി? വിദ്യാന്നായി. വിദ്യ അല്ലെ, വിദ്യ. ഇനി നോക്കൂ, ഇത് ഏതാണ് അക്ഷരം? ധ അല്ലെ, ധ, രണ്ടാമത്തെ ധ. ഇനി എന്തിട്ടു? വള്ളിയിട്ടു. അപ്പൊ എന്ത് വായിച്ചു? വിദ്യാർത്ഥി എന്നായി. വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്നായോ? റ് വന്നോ? ഇല്ല. റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് മുകളില് റിന്റെ ചിഹ്നം അല്ലെ, എന്താണത്? റിന്റെ ചിഹ്നം, റിന്റെ ചിഹ്നം. അപ്പൊ വിദ്യാർത്ഥി. അപ്പൊ റിന്റെ ചിഹ്നം ഈ അക്ഷരത്തിന്റെ മുന്നിലാണ് വന്നത്. അപ്പൊ ഈ അക്ഷരത്തിന്റെ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റ് എന്ന് പ്രൊനൗൺസ് ചെയ്യണം. അപ്പൊ വിദ്യാർത്ഥി, വിദ്യാർത്ഥി. മനസ്സിലായോ? വിദ്യാർത്ഥി എന്ന് എഴുതിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിദ്യാർത്ഥി. ഹം വിദ്യാർത്ഥി ഹേ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. യേ കോൻ ഹേ, യേ കോൻ ഹേ, ഇത് ആരാണ്? സോറി, ഇവർ ആരാണ്? ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ദോ ലടുക്കിയാം, ദോ ലടുക്കിയാം. ഈ ലടുക്കിയാം എന്ന് പറഞ്ഞാൽ എന്താ? പെൺകുട്ടികൾ അല്ലെ, പെൺകുട്ടികൾ, പെൺകുട്ടികൾ. അപ്പൊ നമ്മള് ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുള്ളപ്പോ ലടുക്കേ എന്ന് പറഞ്ഞു, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുള്ളപ്പോൾ എന്താ പറയാ? ലടുക്കി യാം. ലടുക്കി, ഒരു പെൺകുട്ടിയാണെങ്കിൽ ലടുക്കി എന്നായിരുന്നു, ഒന്നിൽ കൂടുതലായപ്പോ യാം എന്നും കൂടെ കൂട്ടി, ലടുക്കിയാം. എങ്ങനെ? യാം, യാ എഴുതി ദീർഘം ഇട്ടു, മുകളില് ചന്ദ്രകല അല്ലെ, യാം. ഓക്കെ, അപ്പൊ ലടുക്കിയാം. നെക്സ്റ്റ്, യേ കോൻ ഹേ, യേ ലടുക്കിയാ ഹേ, ഇവർ പെൺകുട്ടികളാണ്. യേ ദോ ലടുക്കിയാ ഹേ, ഇവർ 2 പെൺകുട്ടികളാണ്. യേ
വിമല ഔർ സരള ഹെ. ഇത് യെ ഇവർ വിമലയും സരളയുമാണ്. യെ സ്കൂൾ മേം ഹെ. ഇവരെവിടെയാണ്? ഇവരെവിടെയുള്ള? സ്കൂളിലല്ലേ? യെ സ്കൂൾ മേം ഹെ. ഇവർ സ്കൂളിലാണ്. നെക്സ്റ്റ് ഗീത ഔർ ലത. ഇവരാരൊക്കെയാ? ഗീതയും ലതയും അല്ലെ? ഗീത ഔർ ലത. ഗീത ഔർ ലത. വേ കോൻ ഹെ. ഇവർ ആരാണ്? വേ അവർ. വേ മത്ലബ് അവർ. വേ കോൻ ഹെ. അവർ ആരാണ്? വേ ഗീത ഔർ ലത ഹെ. അവർ ഗീതയും ലതയുമാണ്. ഗീത കഹാ ഹെ. ഗീത എവിടെയാണ്? ഗീത മൈതാൻ മേം ഹെ. ഗീത മൈതാനത്തിലാണ്. ലത കഹാൻ ഹെ. കഹാം ഹെ. ലതാ ഭീ മൈതാൻ മേം ഹെ. ലതാ ഭീ മൈതാൻ മേം ഹെ. ഈ ഭീ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഭീ ഭീ എന്ന് പറഞ്ഞ അല്ലെ? ലതയും ലതയും ഇതാണ് അർത്ഥം. ലതയും മൈതാനത്തിലാണ്. ലത ഗീത. ഗീത കഹാ ഹെ. ഗീത മൈതാൻ മേ ഹെ. ലത കഹാ ഹെ. ലതയും. ലതാ ഭീ മൈതാൻ മേ ഹെ. ലതയും മൈതാനത്തിലാണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. ഇത് ഒന്നുമില്ല, വേർഡ് മീനിങ് ആണ്, ശബ്ദാർത്ഥം അല്ലെ? മിസ് ഒന്ന് വായിച്ചു തരാം, ശ്രദ്ധിച്ചാൽ മതി. മേ ഐ ഞാൻ. ഹൂം ആം ആകുന്നു. തും യു നിങ്ങൾ. ഹോ യു അല്ലെങ്കിൽ ആകുന്നു. ഘർ ഹൗസ് വീട്. ആപ് യു നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ. നഹി നോ നോട്ട്. അധ്യാപക് ടീച്ചർ അധ്യാപകൻ. ഹം വി ഞങ്ങൾ. ലഡ്കെ ബോയ്സ് ആൺകുട്ടികൾ. ലഡ്കിയാം ഗേൾസ് പെൺകുട്ടികൾ. ഭായ് ബ്രദർ ബ്രദേഴ്സ്. വിദ്യാർത്ഥി സ്റ്റുഡന്റ് സ്റ്റുഡൻസ്. വേ ദീസ് ദേ. യേ ദീസ് ദേ. ഹേ ആകുന്നു. അപ്പൊ ഇത്രയാണ് വേർഡ് മീനിങ്സ്. നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.